ഇന്ന് വിഷുവ ദിവസമാണ്. ഇന്ന് പത്മനാഭന്റെ തടയിൽ മനോഹരമായ ഒരു മഹാവിസ്മയമൊരുങ്ങും. രാവിലെ 6:15 ഉദയസൂര്യരശ്മികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണധ്വജസ്തംഭത്തിൽ പതിച്ചു. ഇത് ഗർഭഗൃഹം വരെ എത്തിച്ചേരും. വൈകുന്നേരമാണ് മഹാവിസ്മയം ഒരുങ്ങുന്നത്. 5:30 കിഴക്കേക്കോട്ടയിൽ നിന്നാൽ സൂര്യൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മധ്യത്തിലുള്ള താഴികക്കുടത്തിന്റെ പിറകിലായി കാണാൻ സാധിക്കും. ആ സൂര്യൻ ആദ്യത്തെ കവാടത്തിൽ പ്രവേശിച്ച് കവാടം വഴി ഇറങ്ങുന്നതും കാണാം. വർഷത്തിൽ 2 തവണ മാത്രം ദൃശ്യമാകുന്ന അപൂർവതയാണിത്. ക്ഷേത്രഗോപുരത്തിന് 7 നിലകളുണ്ട്. ഓരോ നിലയുടെ നടുവിലും ഇരുഭാഗത്തേക്കും കാണാവുന്ന വിധത്തിൽ ദ്വാരങ്ങളുണ്ട്. എല്ലാ വർഷവും മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും ഈ ദ്വാരങ്ങളിലൂടെ അസ്തമയ സൂര്യന്റെ പ്രകാശം മറുഭാഗത്തേക്ക് പതിക്കും. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനങ്ങളാണിത്. വിഷുവദിനത്തിൽ അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിന്റെ ഒത്ത മധ്യത്തിൽ പ്രവേശിക്കുന്നു. കിഴക്കേ ഗോപുരവാതിലിലാണ് ഈ ദൃശ്യം നമുക്ക് മുന്നിലെത്തുക. പതിയെ 2ാമത്തെ ഗോപുരവാതിലിലേക്ക്, പിന്നെ 3ാമത്തെ ഗോപുരവാതിലിലേക്ക്. ഏറ്റവും മനോഹാരിത അസ്തമയ സൂര്യൻ 3ാമത്തെ ഗോപുരവാതിലിൽ പ്രവേശിക്കുമ്പോഴാണ്. പിന്നെ പതിയെ 4ാമത്തെയും 5ാമത്തെയും ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഈ അപൂർവ കാഴ്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദൃശ്യമാകുന്നത്? വിഷുവത്തിൽ സൂര്യൻ കൃത്യം കിഴക്കും കൃത്യം പടിഞ്ഞാറുമാണ് ഉദിക്കുക. പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരവാതിൽ കൃത്യമായ കിഴക്കും കൃത്യമായ പടിഞ്ഞാറുമായി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത്യപൂർവ ദൃശ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം ദൃശ്യമാകുന്നത്. മറ്റു ദിവസങ്ങളിൽ ഗോപുരവാതിലിൽ നിന്നും മാറിയാണ് സൂര്യൻ അസ്തമിക്കുക. ക്ഷേത്ര ഗോപുരത്തിലൂടെ അസ്തമയ സൂര്യൻ മുകളിൽ നിന്ന് താഴേക്ക് കടന്നു പോകുമ്പോൾ നിർമ്മാണത്തിലെ മഹാവിസ്മയം ഭക്തർ കൺകുളിർക്കെ കണ്ടു തൊഴും. തിരുവിതാംകൂർ രാജാവായിരുന്ന ആദിത്യവർമ്മന്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായി അറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് പണി പൂർത്തിയാക്കിയത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുലർത്തുന്ന അത്യപൂർവത, ഇത്തരം അത്ഭുതങ്ങൾ, ഇതൊക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വേറിട്ട നിർമ്മിതികളുടെ പട്ടികയിൽ എന്നും നിലനിർത്തുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലുകൾ ഒന്നൊന്നായി കടന്ന് സൂര്യൻ മറയുമ്പോൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടുന്ന ഭക്തസഞ്ചയം സായുജ്യം നേടാറുണ്ട്. വർഷത്തിൽ 2 തവണ മാത്രം ദൃശ്യമാകുന്ന വിഷുവം എന്ന പ്രതിഭാസമാണിത്. സൂര്യൻ മധ്യരേഖ കടന്നുപോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധിയായ പ്രതിഭാസത്തെയാണ് വിഷുവം എന്ന് പറയുന്നത്. സൂര്യോദയ സമയത്ത് സൂര്യരശ്മികൾ ഗോപുരവാതിലുകൾ വഴി ഗർഭഗൃഹം വരെ എത്തി. എന്നാൽ അത് ഭക്തർക്ക് കാണാൻ സാധിക്കില്ല. അസ്തമയ സമയത്ത് സൂര്യൻ നേർരേഖയിലൂടെ മറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ കൂടെ സാക്ഷ്യമാകുന്നു. വൈകിട്ട് 5 മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഭക്തരെത്തും. എന്ത് തടസ്സങ്ങളുണ്ട് എങ്കിലും ആ മനോഹരമായ ദൃശ്യം കാണാൻ ഇന്ന് വൈകുന്നേരം ഭക്തർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലെത്തും. എന്തായാലും ആ കാഴ്ച കാണാൻ തന്നെയാണ് ഇന്ന് അനന്തപുരി കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.